ഹലോ. ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഏതാണ്ട് ഉച്ചയായി കേട്ടോ ഇത് ചെയ്തപ്പോഴത്തേക്ക്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെറിയ രീതിയിൽ, ഫ്രൈഡേ അല്ലേ, ചെറിയ രീതിയിൽ കഴിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഒരു ഫിലിം കാണാൻ ഇറങ്ങിയതാണ്. ഫിലിമെന്നും പറഞ്ഞ് ഇറങ്ങിയാൽ 100 കാര്യങ്ങളാണ്. അപ്പോൾ ഗോബ്രയിലെ അവന്യൂസ് മോളിലോട്ട് വന്നു. സെൻറ്റ് പോളിസിൽ ഓൾറെഡി ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നന്ദയ്ക്ക് ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ 1 മന്ത് 1.5 മാസത്തിൽ കൂടുതലായി ഇങ്ങനെ ഒന്ന് വെളിയിലേക്ക് പോയിട്ട്. കാര്യം ഓൾറെഡി ഒരുപാട് റിഹേഴ്സലും അവളുടെ വയ്യായ്കയും സുഖമില്ലാതെ ഏതാണ്ട് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വരികയാണേ. സുഖമില്ലാത്തതുമൊക്കെ കാരണം ഒത്തിരി നാളായി, 1 മന്ത് കൂടുതൽ, ഒരുപാട് ദിവസമായി വെളിയിലേക്ക് വന്നു. ആണ്ടെ നല്ല ചൂടുണ്ട്. പാർക്കിംഗ് കിട്ടി, ഞങ്ങളകത്തേക്ക് കയറി. എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല. 2ാമത്തെ നിലയിൽ റിയോയിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ വിൻഡോ ഷോപ്പിംഗാണ് പരിപാടി. സിനിമ കാണാനാണ് വന്നത്, ബട്ട് കുറച്ച് സമയം കൂടെ ഉണ്ട്. 3 PM ഫിലിം. ഇത് നിയർലി 1 PM ആയി. ഞങ്ങളതിനകത്തേക്ക് കയറി. യാതൊരു കാരണവശാലും ഒരു സാധനങ്ങളും എടുത്തേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അതെ, ഒരു വിത്തൗട്ട് എനി റീസൺ ഞങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുന്നു. ഞാൻ വെളിയിലേക്കുള്ള വാതിൽ അന്വേഷിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം അതിനകത്ത് നിന്ന് കേട്ടോ, കറങ്ങി അടിച്ച് നിന്നു. ഞങ്ങൾ 1-2 ഐറ്റംസ് നോക്കി, ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ നോക്കിയായിരുന്നു. ദെൻ വെളിയിലേക്ക് വന്ന് വീണ്ടും ഉച്ച സമയമല്ലേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ 9 ആകുമ്പോൾ കഴിച്ചതാണ്. സോ ഫുഡടി തന്നെ പരിപാടി. ഫുഡടിക്കാൻ അന്വേഷിച്ച് പോവുകയാണ്. എന്ത് കഴിക്കണം എന്ന് നന്ദയ്ക്ക് ഓൾറെഡി നല്ല തീരുമാനമുണ്ട്. സോ വി ആർ ഗോയിങ് ടു ദ ഫ്ലോർ ഓഫ് ഫുഡ്. അവിടുത്തെ വിഷ്വൽസ് കണ്ട നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഞങ്ങൾ സ്ഥിരം ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും തോന്നുന്നില്ല. മാക്ഡൊണാൾഡ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. ആൾ തണുത്തത് കഴിച്ചിട്ട് ഒരുപാടായി. ഇത് ചുമ. ഇവിടെ ക്ലൈമറ്റ് വളരെ മോശമാണ്, ഭയങ്കര ചൂട് അങ്ങനെയൊക്കെ. പക്ഷേ ചുമയൊക്കെ കുറച്ചുണ്ടെങ്കിലും പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ച് തന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് മാക്കിൽ പോയി ഉണ്ട് ഐസ്ക്രീം വാങ്ങി വന്ന് കഴിക്കുന്നുണ്ട്. അത് പോരല്ലോ, ഉച്ചഭക്ഷണമല്ലേ. ഉച്ചഭക്ഷണം അത് പോരാ ആൾക്കല്ല, എനിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്ത് ആ ഫ്ലോറ് ഓൾമോസ്റ്റ് ഫുള്ള് ഫുഡിൻ്റെ പല സെക്ഷൻസാണ്. കൊണ്ട് KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്. ജ്യൂസ് വേൾഡിൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. കാര്യം ഷുഗറാണ്, മധുരമാണ് നമ്മുടെ പ്രധാന ഐറ്റം. സോ ചൂടായതുകൊണ്ടും എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഞാനൊരു ഫലൂഡ അന്വേഷിച്ച് നടക്കുകയാണ്. Going to the side of fun juice, not fun juice, what is that, juice world. ജ്യൂസ് വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ച് കിഡ്സിൻ്റെ ഗെയിമിംഗ് ഏരിയയ്ക്ക് അവിടെയാണ് കേട്ടോ. നന്ദ അവിടെ കയറണം എന്നൊക്കെ പറഞ്ഞു, ഞാൻ സമ്മതിച്ചില്ല. ഒന്ന് നല്ല എമൗണ്ട് ആവും അതിനകത്ത് കയറി കഴിഞ്ഞാൽ. ദെൻ ഫിലിം ഉദ്ദേശിച്ചാണ് വന്നത്. ഫിലിം ആകാറായി, ഏതാണ്ട് 2:15 2:30 അങ്ങാണ്ടായി ഈ സമയമായപ്പോഴത്തേക്കും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാൻ ക്യാമറയിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് ഇത് കവർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇതുവഴി വന്നത്. അപ്പുറത്തെ സൈഡിലുണ്ട് ബാസ്കിൻ റോബിൻസിൻ്റെ കൗണ്ടർ, നിങ്ങൾക്ക് അവിടെ കാണാം. ഞങ്ങൾക്ക് ബാസ്കിൻ റോബിൻസ് സ്വന്തമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുണ്ട്. സോ ഞങ്ങൾ ബാസ്കിൻ റോബിൻസിലേക്ക് പോകുന്നില്ല. സ്വന്തമായി എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ദെൻ വേണ്ടേ, ഇത് അവിടുത്തെ കിഡ്സ് സോണാണ്. പേരെനിക്ക് ഓർമ്മയില്ല. അതൊരു സ്ഥിരം ഏരിയ ആയിരുന്നു. ഇപ്പം ഞാനങ്ങനെ കയറ്റാറില്ല. കയറിയാൽ പൈസ കയ്യിൽ നിന്ന് പോകുന്ന വഴി അറിയത്തേയില്ല. സോ ഫുഡ് പ്ലസ് ഫിലിം എന്നുള്ള കോൺസെപ്റ്റിൽ ഞങ്ങൾ വീണ്ടും മുന്നേക്ക് പോയി. ജ്യൂസ് വേൾഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. ജ്യൂസ് വേൾഡ് എത്തി. അടുത്തേക്കൊന്നും കൊണ്ടുപോയില്ല. ഞാനൊരു ഫലൂഡയും അവൾക്കൊരു ബർഗറും ഓർഡർ ചെയ്തു.
ജ്യൂസ് പോലൊരു ബർഗർ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു വാങ്ങിക്കുന്നത്. കാണുന്നത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ. കുറച്ച് എന്നാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. കോൺസ്ലോയും ഉണ്ട് അതിൻ്റെ കൂടെ. അതിൻ്റെ ഫലൂഡ ഉണ്ടോ? ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ്, 2 പേർ കഴിക്കാനുള്ളതുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചു, തല കറങ്ങുന്നിടം വരെ കഴിച്ചു. മധുരം കഴിച്ച് ദെൻ അത് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ വീണ്ടും ആ ഫുഡ് കോർട്ട്സിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കാണ് സെൻറ്റ് പോൾസ് കാണാം. അങ്ങനെ മുന്നോട്ട് പോയി. എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, ഞാനത് മ്യൂട്ട് ചെയ്തു. മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് പിന്നെ ക്രൗഡായി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ നിന്നതുകൊണ്ട് ഞാനത് എടുത്തില്ല. നമ്മൾ മെയിൻ ഏരിയ അതാണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതായിരുന്നു. നമ്മുടെ എയിം എന്ന് പറയുന്നത് സെൻറ്റ് പോൾസ്. നോർമലി ഞങ്ങളൊരു ലോഡ് ഫുഡുമായിട്ടായിരിക്കും അതിനകത്തേക്ക് പോകുന്നത്. ഇടയ്ക്ക് ഒരു തവണ അവരത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ഇപ്രാവശ്യം വേണ്ടെന്ന് വെച്ചു. തന്നെ ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചിട്ട് കയറുന്നത്. സോ വിത്തൗട്ട് എനി ഫുഡ് ഞങ്ങൾ ഫിലിം കാണാൻ കയറി. ഇതൊന്നുമല്ല ഞങ്ങൾ കാണാൻ കയറിയ ഫിലിം, നല്ല മലയാളം മൂവിയാണ്. ഫിലിം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ കയറി. അധികം ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അധികം ആരെന്നല്ല, മുകളിലോ മറ്റോ 1-2 പേര്, ബാക്കിയുള്ളവർ വന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഫിലിമിന്. ഉണ്ട് നോക്കുക സീറ്റ്സൊക്കെ. സോ ഹാവ് എ നൈസ്